ഹായ് കൂട്ടുകാരെ, ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കണൊന്ന് അമർത്തണം കേട്ടോ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി രസം. തമിഴ്നാടനല്ല, തമിഴ്നാടനാണ് ഈ രസം. തമിഴ്നാട്ടിലെ തേങ്ങാപ്പാൽ രസം. എൻ്റെ മക്കളെ ഇത് കൂട്ടി ചോറുന്നുമ്പോൾ സ്വർഗ്ഗലോകം കാണും. നമ്മൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ്. ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ജീരകം, കുരുമുളക്, മല്ലിയിലയുടെ തണ്ടാണ് കേട്ടോ. ഇത്രയും 4 സാധനം ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ. ക്ഷമയോടുകൂടി ഉണ്ടാക്കണം നിങ്ങൾ കേട്ടോ. പിന്നീട് താളിക്കാനാണ് ഉള്ളി ചെറുതാക്കിയിട്ട് അരിയുക. പിന്നെ അതേപോലെ തന്നെ പച്ചമുളകും ഉണക്കമുളകും എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മൾ കരിവേപ്പില കേട്ടോ, പച്ചമുളകൊക്കെ കേട്ടോ. കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചതയ്ക്കാൻ വയ്ക്കുക. ഏതൊക്കെയാണ് ചതയ്ക്കേണ്ടത്? കുരുമുളക് പൊടി, ജീരകം, മല്ലിയിലയുടെ തണ്ട്, വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുക. അധികം അരയരുത് കേട്ടോ. പിന്നീട് കണ്ടില്ല, താളിക്കാനുള്ളതാണ് ഉണക്കമുളകും ഇതൊക്കെ. പിന്നെ ഈ പാത്രത്തിനകത്തേക്ക് ഞാനിട്ടിരിക്കുന്നത് 2 തക്കാളി, ചെറിയൊരു പുളി, പിന്നെ മല്ലിയില, കരിവേപ്പില, ഉപ്പ്. ഇതിട്ടിട്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി കൊടുക്കണം. നല്ലോണം തിരുമ്മണം. ഇങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് അതിങ്ങനെ അലിയിച്ചെടുക്കണം. ആ പുളിയും തക്കാളിയും ആ മല്ലിയിലയും കരിവേപ്പിലൊക്കെ നമ്മുടെ കൈ കൊണ്ട് അമർത്തി തിരുമ്മി വയ്ക്കുക. ആ തിരുമ്മൽ ആയിട്ട് അപ്പോഴത്തേക്ക് വരും നമുക്ക് നല്ലൊരു മണം. പിന്നെ അതുപോലെ ആ മിക്സിയിൽ ഇങ്ങോട്ട് ചതച്ച് വെക്കില്ലേ, അടാറ് മണം വരുന്നതാണ് ആ സാധനത്തിൻ്റെ. ഈ രസം ഉണ്ടാക്കിയാൽ നമ്മൾ എത്രയാ ചോറുണ്ടെന്നറിയാം. ഏതൊരു വിരുന്നുകാർ വരുമ്പോഴൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കി. എൻ്റെ റബ്ബേ, പറയേണ്ടതിൻ്റെ ടേസ്റ്റ്. ഓ മൈ ഗാഡ്, എനിക്ക് വയ്യ ഇതിൻ്റെ ടേസ്റ്റ്. അത്രയ്ക്ക് ടേസ്റ്റ്. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ ഉണ്ടാക്കണം. തേങ്ങാപ്പാൽ 2ാം പാലും എടുത്ത് വയ്ക്കണം, 1ാം പാലും എടുത്ത് വയ്ക്കണം. എന്നിട്ട് ഈ ചതച്ച ഇതിനകത്തേക്ക് നമ്മൾ കൈകൊണ്ട് തിരിയുന്നതിനകത്തേക്ക് 2ാം പാൽ എടുത്ത് ഒഴിക്കുക കേട്ടോ. 2ാം പാൽ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് പിന്നീട് നമ്മൾ ചട്ടി അടുപ്പിൽ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ കടുകിടുക, ഉലുവയിടുക, വത്തൽമുളക് ഇടുക. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും മല്ലിയിലയുടെ തണ്ടൊക്കെ നമ്മൾ ചതച്ച് വെച്ചില്ലായിരുന്നു, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നീട് അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും പച്ചമുളകും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ആദ്യം അതിന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ വഴറ്റിയതിന് ശേഷം മറ്റേ തണ്ടൊക്കെ പാടിയിട്ട് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇതൊക്കെ ഇടുമ്പോണ്ടല്ലോ അതിനകത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ എടുത്ത് ഒഴിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. എന്നിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയണം കേട്ടോ. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഈ തേങ്ങാപ്പാൽ നമ്മളവിടെ കലക്കി വെച്ചില്ലായിരുന്നു, ഫസ്റ്റിൽ കലക്കി വെച്ചിരിക്കുന്ന 2ാം പാലും ആ മിക്സ് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇപ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്നില്ല ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എത്ര ഭംഗിയായിരിക്കും ഉണ്ടാകുന്നത് അറിയാം. എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അവർക്കത് കൂട്ടിയപ്പോൾ തന്നെ അവർ പറഞ്ഞ് അവരടുത്ത് റെസിപ്പി വാങ്ങി പോവുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ ഉപ്പിട്ടിട്ടാണ് നമ്മൾ ആ തക്കാളി കുഴച്ചിരുന്നത് കൈ കൊണ്ട്. പിന്നെ നമ്മൾ കട്ടിയില്ല തേങ്ങാപ്പാൽ കുറച്ച് മതി, 2ാം പാലും കൂടി ചേർത്ത് തിളക്കാനധികം വെക്കേണ്ട. നമ്മൾ തീ ഓഫ് ചെയ്യുക. ആദ്യത്തേലൊന്ന് തള വരുന്ന കാണുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് 2ാം പാലങ്ങ് ഒഴിക്കുകയാണ്. ഇപ്പം ആ ചട്ടിക്ക് തന്നെ നല്ല ചൂടുണ്ടാവും. ആ ചട്ടിയിലെ ചൂട് തന്നെ മതി നമുക്ക്. എന്നിട്ട് ഇത് കൂട്ടിയിട്ട് നിങ്ങളൊന്ന് ചോറുണ്ട് നോക്കാൻ. പപ്പടം മസ്റ്റാണ് ഇതിന് കേട്ടോ. ഇത് ചോറിലേക്ക് ഇട്ടിട്ട് ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് മുകളിൽ 2 പപ്പടം, വേറെ ഒന്നും വേണ്ട, 2 പപ്പടം ഇട്ട് തിരുമ്മി ഒന്ന് കഴിച്ചു നോക്കിയാട്ടെ. എൻ്റെ മക്കളെ, ഇതൊന്നും പറയേണ്ടി വരില്ല. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുക, ഇച്ചിരി കായപ്പൊടിയും കൂടി ഇടാം. ഇനി മഞ്ഞൾ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മഞ്ഞൾ എടുത്തോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ആ ചതയ്ക്കണ സമയത്ത് ഇച്ചിരി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഓക്കെ, ബായ്.